രുചിഭേദങ്ങൾ. എല്ലാ കൂട്ടുകാർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ടാങ് പൗഡർ കൊണ്ടൊരു വെറൈറ്റി ജ്യൂസാണ്. സാധാരണ നമ്മൾ ടാങ് പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കാറാണല്ലോ പതിവ്. അതിൽ നിന്ന് വ്യത്യാസമായിട്ട് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് നല്ലൊരു സ്പെഷ്യലാക്കി മാറ്റിയെടുത്തൊരു ജ്യൂസാണിത്. നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഈ ഒരു ഡ്രിങ്കിനുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ടാങ് പൗഡറാണ്. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് മാംഗോ ഫ്ലേവറിലുള്ളതാണ്. നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ കയ്യിലുള്ളത് അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് അതുകൊണ്ട് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുക. മുമ്പത്തെ പോലെയല്ല, ഇപ്പം എല്ലാം ടാങ് പൗഡർ എളുപ്പത്തിൽ ബോട്ടിൽസിലും അതുപോലെ തന്നെ സാഷെ പാക്കറ്റ്സിലൊക്കെ ഇഷ്ടമുള്ള ഫ്ലേവറിൽ കിട്ടണതാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു മിക്സി ജാറിലേക്ക് 4 ടേബിൾ സ്പൂൺ ടാങ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ്. പിന്നെ ഞാനിവിടെ ഒരു ഏലക്ക തോല് കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രമായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുടിക്കുന്ന സമയത്ത് നന്നായിട്ടുണ്ടാവില്ല തോലോട് കൂടെ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള പഞ്ചസാര വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിവിടെ 8-10 കാഷ്യൂനട്ട്സ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് തണുപ്പിച്ചെടുത്ത വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ചെയ്യണത് 4 ഗ്ലാസിൻ്റെ അളവിലാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക വേണ്ടു. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ടാങ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല വ്യത്യാസമായിട്ടുള്ളൊരു ടേസ്റ്റോടു കൂടെയുള്ള ഒരു ജ്യൂസാട്ടോ അത്. അപ്പോൾ ഞാനിതിപ്പോൾ എത്ര പ്രാവശ്യം ഉണ്ടാക്കിയെന്ന് എനിക്കെന്നെ അറിയില്ല. കാരണം വീട്ടിലെല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ജ്യൂസായി മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഓൾ.